സാർ എനിത്തിങ് എൽസ്? നോ താങ്ക് യു. എന്തെങ്കിലും വേണം പറഞ്ഞാൽ മതി കേട്ടോ. താങ്ക് യു. ആ പറയടാ. ഞാനൊന്ന് നോക്കട്ടെ. എടാ വരണോന്നൊക്കെ ഉണ്ട്, പക്ഷെ മനസ്സിനൊരു സുഖമില്ല. എന്റെ പൊന്നു ജോയ്, അതൊന്നുമല്ല. കഴിഞ്ഞോ മോട്ടിവേഷൻ ക്ലാസ്? ശരി ശരി. ഇത് ഹായ് ക്രിസ്. എടോ താൻ ഓർമ്മയുണ്ടോ, നമ്മള് കോളേജിൽ ഒരുമിച്ച് പഠിച്ചിട്ടുണ്ട്. ആക്കിയതാണോ? വാ ഇരിക്ക്. ആക്കിയതൊന്നും അല്ലടോ. ഇപ്പത്തെ ഫാസ്റ്റ് ലൈഫിലെ എത്ര പേര് നമ്മള് കാണുന്നേ, ഓൺലൈനിലും അല്ലാതെയൊക്കെ ആയിട്ട്. അതൊക്കെ ശരിയാണ്, പക്ഷെ ഒരാളും തൻ്റെ എക്സിന്റെ മുഖം അങ്ങനെയൊന്നും മറക്കത്തില്ല. ഒരു 98% ആൾക്കാരും അങ്ങനെയൊക്കെ തന്നെയാണ്. ഞാൻ നിന്നോട് 100 വട്ടം പറഞ്ഞിട്ടുണ്ട്, അമ്മായി ക്ലാപ്പനായിട്ട് മിണ്ടല്ലു. എനിക്കത് ഇഷ്ടമല്ല. എന്റെ പൊന്ന് ക്രിസ്റ്റ ഫ്ലവറെ, ഞാൻ 100 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് അവരുടെ ചൈൽഡ്ഹുഡ് ഫ്രണ്ട് ആണെന്ന്. നീ ഒരു വലിയ കച്ച നടത്താനും പറയല്ലേ. എനിക്കാണെ വാണത്തെ കണ്ണെടുത്ത കണ്ടുകൂടാ. നീ ഇനി അവനായിട്ട് മിണ്ടല്ലു പ്ലീസ്, എനിക്കത് ഇഷ്ടമല്ല. നീ എന്റെ ബോയ് ഫ്രണ്ട് അല്ലേ, അല്ലാതെ തന്തൊന്നുമല്ലല്ലോ. കൂടുതൽ ഭരിക്കാൻ വരണ്ട, എനിക്ക് ഇഷ്ടമല്ല. എടി നിന്നോടൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. നിനക്കുള്ള ബോധമില്ലാത്ത പെണ്ണുങ്ങളാ ഈ ബസ് ഫ്രണ്ട് തണ്ടികൾക്ക് മുതലെടുക്കാൻ അവസരം കൊടുക്കുന്നു. എക്സ്ക്യൂസ് മീ, സംസാരിക്കുമ്പോഴേ സൂക്ഷിച്ച് സംസാരിക്കണം. നീ ഒരുമാതിരി മെനകെട്ട വർത്താനം എടുത്ത് സംസാരിക്കില്ലേ. വയ്യെങ്കി വെച്ചിട്ട് പോടി. അവളുടെ ഒരു ബെസ്റ്റ് വാണവും ചൈൽഡ്ഹുഡ് ഫ്രണ്ടും. നീ പോടാ ഊളെ. മതിയോ എനിക്ക് എന്നെ സ്നേഹം. ഓൻ വലിയ കലിപ്പം വന്നേക്കുന്നു. വെച്ചിട്ട് പോടാ. വെച്ചിട്ട് പോടി. സോ 3 years റൈറ്റ്? യെസ്. സംഭവം ക്ലീശയാണെങ്കിലും ഇങ്ങനെ ഒരു എൻകൗണ്ടർ എക്സ്പീരിയൻസ് ചെയ്യുന്ന ആൾക്കല്ലേ ഈ മൊമെന്റിന്റെ ഒരു പ്രത്യേകത മനസ്സിലാകത്തുള്ളൂ. താനിവിടെ വർക്ക് ചെയ്യുന്നത്? ഞാനിവിടെ ഇൻഫോ പാർക്കിൽ. ഓ. താനോ? എനിക്കിവിടെ അടുത്തൊരു സൂപ്പർ മാർക്കറ്റ് ഉണ്ട്. വെൽ, പിന്നെ വേറെന്തൊക്കെയുണ്ട് വിശേഷം? സുഖം. ഇനിയിപ്പോൾ എന്താ സംസാരിക്കാം? എനിക്ക് വേണ്ട പോയേക്കാം. സോ ഓക്കെ, കണ്ടതിൽ വളരെ സന്തോഷം. ഞാനെന്നാ പതുക്കെ ഇറങ്ങാം. ശരി. ദിവ്യ, താൻ ഫ്രീ ആണോ? വേറൊന്നുമല്ല, നമ്മൾ കുറേ നാളല്ലേ കണ്ടിട്ട്. അതിനെന്താ, ഷുവർ, ഞാൻ ഫ്രീ ആണ്, സംസാരിക്കാം. ദിവ്യ, ഐ ആം സോറി. ഞാനന്ന് നമ്മുടെ ബ്രേക്കപ്പിൻ്റെ ടൈമിൽ തന്നോട് ഭയങ്കര ഇമച്ച ടോണായിട്ടാണ് സംസാരിച്ചത്. ഐ ആം എക്സ്ട്രീംലി സോറി ഫോർ ദാറ്റ് ഡേ. എനിക്ക് നേരത്തെ പറയണമെന്നുണ്ടായിരുന്നു, പക്ഷേ പറയാൻ ടൈം കിട്ടിയില്ല അല്ലേ? എടോ കമോൺ, അതൊക്കെ ഞാൻ എന്തേ വിട്ടുകളഞ്ഞു. അതൊക്കെ പാസ്റ്റ് നടന്ന കാര്യങ്ങളല്ലേ. ഒരു മൊഹിറ്റ ആയല്ലേ? യാ, കൂൾ. സോ ഹൗ വാസ് ലൈഫ്? നോട്ട് ബാഡ്. തൻ്റെ കല്യാണം കഴിഞ്ഞോ? ആക്ച്വലി ഒരു ലിവിൻ ടുഗദർ ഉണ്ടായിരുന്നു. കുറച്ചാൾക്ക് മുന്നേ ബ്രേക്കപ്പായി. ഓ, ആരാ ബ്രേക്കപ്പ് പറഞ്ഞേ? മ്യൂച്വൽ ബ്രേക്കപ്പ് ആയിരുന്നോ? ഹേയ്, ബ്രേക്കപ്പ് ആക്കിയത് ഞാനാ. ഓ, ഓക്കെ. തൻ്റെ മാരേജ് കഴിഞ്ഞില്ലായിരുന്നു? ആക്ച്വലി വി ആർ സെപ്പറേറ്റഡ് നൗ. ഓ, ഐ എം സോറി, എനിക്കറിയില്ലായിരുന്നു. ഇറ്റ്സ് ഓക്കെ, ഐ ഹാവ് മൂവ്ഡ് ഓൺ. സത്യം പറയാലോ, എനിക്ക് തന്നോട് സംസാരിക്കാൻ നല്ല ചമ്മലുണ്ട്. വൈ? റീസെൻ്റ്ലി ഞാൻ ബ്രേക്കപ്പ് ആവാനുള്ള മെയിൻ കാരണം എൻ്റെ എക്സിൻ്റെ സംശയരോഗം അതിക്രമിച്ചുകൊണ്ടായിരുന്നു. നമ്മുടെ ഇടയിലും എൻ്റെ സംശയമായിരുന്നല്ലോ പ്രശ്നം. എനിക്ക് ആ പഴയ എന്നെ ഇപ്പം റിലേറ്റ് ചെയ്യാനേ പറ്റുന്നില്ല. തന്നെ മിസ് ചെയ്തിട്ടുണ്ടോ? ഐ മീൻ ആഫ്റ്റർ ബ്രേക്കപ്പ്? സത്യം പറയാലോ, നെക്സ്റ്റ് ഡേ തന്നെ വന്ന് തന്നോട് മാപ്പ് പറയണമെന്നുണ്ടായിരുന്നു. പക്ഷെ ഒടുക്ക തീ കാരണം അത് സമ്മതിച്ചില്ല. നമ്മുടെ ബ്രേക്കപ്പ് കഴിഞ്ഞിട്ട് താൻ എത്ര റിലേഷൻഷിപ്പിലായിട്ടുണ്ട്? ഒരു 2 ഓ, രണ്ടാമത്തെയാണ് റീസെൻ്റ്ലി പൊട്ടിയത്. ഐ മീൻ ബ്രേക്കപ്പ് ആയത്. ഓ,
തനിക്കോ? ആ അത് സീക്രട്ടാ, അത് ഞാൻ വഴിയെ പറയാം. പിന്നെ ലാസ്റ്റ് റിലേഷൻഷിപ്പാണ് കല്യാണം വരെ കൊണ്ടുവന്നെത്തിച്ച്. ഓ, തന്നെ എന്തുകൊണ്ടാ ബ്രേക്കപ്പ് ആയേ? പേഴ്സണലാണെങ്കിൽ പറയണ്ട കേട്ടോ. പേഴ്സണലൊക്കെ തന്നെയാണ്, പക്ഷെ ഞാൻ പറയാം. എടോ, ഓൾറെഡി എൻ്റെ എക്സിന് നല്ല ഭയങ്കര സംശയമായിരുന്നു. അതിൻ്റെ ഒരു എക്സ്ട്രീം ലെവലിൽ നിന്ന സമയത്താണ് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടും അവൻ്റെ ഗേൾ ഫ്രണ്ടും ഞങ്ങളുടെ ഫ്ലാറ്റിലോട്ട് വന്നത്. ചുമ്മാ വിസിറ്റ് ചെയ്യേ. ഇവൻ്റെ ഗേൾ ഫ്രണ്ട് ആണെങ്കിൽ എൻ്റെ ഒരു കസിൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്. ഞങ്ങളിങ്ങനെ ചുമ്മാ പല കാര്യങ്ങളൊക്കെ കാഷ്വലായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. ഇത് കണ്ടതും എൻ്റെ എക്സിന് തീരെ പിടിച്ചില്ല. അവളാകെ ആദരൻ്റെ ഇടക്ക് വന്ന് അകപ്പാട് വഴക്കിട്ട് ഒച്ചയിട്ട് ചാളമാക്കി കളഞ്ഞു. താനൊന്ന് ആലോചിച്ച് നോക്കിയ, ഞാനപ്പാട് നാണം കെട്ട് നാറിപ്പോയി. ഡാർക്കാണല്ലോ ക്രിസ്റ്റഫറെ. മറ്റുള്ള ആളുകളോട് ഇത് പറഞ്ഞാൽ ഇതിൻ്റെ ഇൻറ്റൻസിറ്റി മനസ്സിലാകത്തില്ല. ഇത് അനുഭവിച്ചവർക്കല്ലേ അനുഭവിച്ചൊരു അവസ്ഥ മനസ്സിലാവും. ഭയങ്കര ദാരുണമാണ്. എനിക്കറിയാം. നമ്മുടെ റിലേഷൻഷിപ്പിൽ ഞാൻ അത്ര ടോക്സിക് ഒന്നും അല്ലായിരുന്നല്ലോ. എടോ, ഞാനതിന് തന്നെ ഉദ്ദേശിച്ച് പറഞ്ഞതല്ല, ഞാൻ എൻ്റെ എക്സ് ഹസ്ബൻഡിനെ കുറിച്ച് പറഞ്ഞതാ. ഓ അല്ല, തൻ്റെ ബ്രേക്കപ്പ് ആൻ എന്താ കാരണം? ആക്ച്വലി ആളായിട്ട് അത്യാവശ്യം ഇടപഴകിയിട്ട് തന്നെയാണ് കല്യാണത്തിലേക്ക് എത്തിച്ചേർന്നത്. എന്നിട്ട് റിലേഷൻഷിപ്പ് തൊട്ട് മാരേജിൻ്റെ സ്റ്റാർട്ടിങ് ഒരു 6 months വരെ കാര്യങ്ങളൊക്കെ നല്ല ഓക്കെ ആയിരുന്നു. ഐ മീൻ ഹി വാസ് വെരി പ്രോഗ്രസീവ്, നല്ല റെസ്പെക്റ്റ് ഒക്കെ തരുമായിരുന്നു. ആൻഡ് ഹി വാസ് എ ലവബിൾ ഗായ്. പിന്നെന്ത് പറ്റി? പിന്നെ എല്ലാ റിലേഷൻഷിപ്പിലും സംഭവിക്കാറുള്ളതുപോലെ ടോക്സിസിറ്റി. ഐ ഡോണ്ട് നോ വാട്ട് ഹാപ്പൻ വിത്ത് ഹിം. ഇപ്പോൾ പറഞ്ഞതിൽ നിന്നും മൊത്തം ഡിഫറെൻ്റ് ആയിട്ടായിരുന്നു പിന്നെ പുള്ളിയുടെ ബിഹേവിയർ. വെറുതെ കടന്ന് ഒച്ചുണ്ടാക്കുക. മാത്രമല്ല, ഇഷ്ടപ്പെട്ടൊരു ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അന്നത്തെ ദിവസം തീർന്നു. ഈ ആരോ പറഞ്ഞിട്ടുള്ളതുപോലെ എന്താ, ലവ് ഇസ് ബ്ലൈൻഡ്. ശരിക്കും ബ്ലൈൻഡ് ആയിരുന്നു. പിന്നെ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടേ നമ്മൾ ഓരോ സാക്രിഫൈസ് ചെയ്യും, നമ്മുടെ ഭാഗത്ത് നിന്ന് കുറെ എഫേർട്ട് ഇടും, പക്ഷെ ഒന്നും ആവില്ല. അത് ശരിയാണ്. അതാണല്ലോ നമ്മളിതിൽ വിക്ടിം ആവുന്നത്. അത് തന്നെ. പിന്നെ ഒട്ടും സഹിക്കാണ്ട് വന്നത്, ഒരു ദിവസം ഞാൻ കടയിലേക്ക് ഇറങ്ങാൻ നേരത്ത് വീണ്ടും പുള്ളിയുടെ ആണധികാര ബോധം. എന്തു പറഞ്ഞു? ഹി ടോൾഡ് മീ, ഇനി പോണ്ട, ഫ്ലാറ്റിൽ തന്നെ ഇരുന്നാൽ മതി, ആരെ കാണിക്കാതെ കൊച്ചമ്മ ചമഞ്ഞ് നടക്കതെന്നൊക്കെ. ആൻഡ് ഐ വാസ് ലൈക്ക്, വാട്ട് ദ ഫക്ക്. ആൻഡ് അന്ന് ഞാൻ ഡിസൈഡ് ചെയ്തു, ഐ ഡോണ്ട് നീഡ് എനി മോർ. സത്യം പറയാലോ, എനിക്ക് മതിയായി. അതെന്തായാലും നന്നായി. അല്ല പിന്നെ എന്താണെന്നറിയത്തില്ല, വന്ന് ഭയങ്കര ഒരു ലോൺലിനെസ്. ഈ ബ്രേക്കപ്പിന് ശേഷം എന്തായാലും ഇങ്ങനെ. അത് ശരിയാട്ടോ. എന്തോ ഭയങ്കര ലോൺലിനെസ്, ഒരു മരവിപ്പ് പോലെ. പുറത്തേക്ക് നല്ല ഹാപ്പി ആണെങ്കിലും അകത്തെന്തോ ഒരു എംപ്റ്റിനെസ് പോലെ, അല്ലേ? യെസ്. എനിവേ, ഹാപ്പി ടു സീ ആഫ്റ്റർ ലോങ് ടൈം. ഞാനെന്നാ പോട്ടെ. യാ ഷുവർ. ദിവ്യ, നമുക്ക് നമ്മുടെ കോളേജിലൊന്ന് പോയാലോ? ചുമ്മാ കാണാൻ. താങ്ക് ഗോഡ്. ഞാനത് ആക്ച്വലി അങ്ങോട്ടേക്ക് പറയാൻ വരുമായിരുന്നു. എടോ, ഞാൻ ഇനി ഇത് തന്നോട് പറഞ്ഞില്ലെങ്കിൽ ലൈഫ് ലോങ് റിഗ്രറ്റ് അടിക്കേണ്ടി വരും. ഞാനിപ്പം പഴയ ഇമച്ചറായിട്ടുള്ള ക്രിസ്റ്റഫർ അല്ലെന്ന് എനിക്ക് പൂർണ്ണ ബോധ്യമുണ്ട്. അതെനിക്കറിയാം. സോ നമ്മുടെ കാര്യത്തിൽ എന്തെങ്കിലും ചാൻസ് ഉണ്ട്? ഐ മീൻ സെക്കൻഡ് ചാൻസ്. ഞാൻ ഫ്രണ്ട്ഷിപ്പ് ഉദ്ദേശിച്ചു. ഒരു മിനിറ്റ്. ഇതിന്റെ നമ്പറാ. ഇത് നമുക്ക് ഡിന്നർ ഒരുമിച്ചായാലോ? ഇത് ഫോണിൽ തന്നാ പോരായിരുന്നു? Just being old school. Yeah, cool.